ശബരിമല യുവതീ പ്രവേശനം ആചാര സംരക്ഷണം സംരക്ഷിക്കും, നിലപാട് തിരുത്തി CPM. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കാലഘട്ടത്തിൽ നടന്ന സമരങ്ങൾ 17,640 കേസ് രജിസ്റ്റർ ചെയ്തു, 13,840 പേരെ അറസ്റ്റ് ചെയ്തു, 4,011 പേരെ റിമാൻഡ് ചെയ്തു, 6.5 കോടി രൂപ പ്രതികളിൽ നിന്നും ജാമ്യത്തുകയായി പിരിച്ചെടുത്തു, 700ഓളം പേരുടെ പാസ്പോർട്ട് തടഞ്ഞു വെച്ചു, കിടപ്പാടം വരെ പണയം വെച്ച് ജാമ്യത്തുക അടച്ചവരുണ്ട്, വിവാഹം മുടങ്ങിയവരുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ഇപ്പൊ വളരെ നിസ്സാരമായിട്ട് CPM ആ ഒരു നിലപാട് തിരുത്തുകയാണ്. ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ബാക്കിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പണ്ട് ശാസ്ത്രീയ സമരം എന്ന് പറഞ്ഞ MP രാമന്റെ കാലത്ത് ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്നപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, 5 പേരെ വെടിവെച്ച് കൊന്ന ഒരു സമരം MP രാമൻ. പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ ന്യായങ്ങളെല്ലാം CPM വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. ഈ പിണറായിയുടെ കാലമായപ്പോഴത്തേന് യൂണിവേഴ്സിറ്റികൾ വരെ സ്വാശ്രയത്തിൽ അനുവദിക്കാൻ തുടങ്ങി. അപ്പൊ ആ 5 പേര് മരിച്ചവര് അവരെന്ത് ചെയ്യണം, അവരെന്ത് വേണം? അതിന് മുന്നേ നടന്ന സമരങ്ങൾ ആലോചിച്ച് നോക്കും. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കലാപം പുന്നപ്ര വയലാർ സമരം, ആയിരക്കണക്കിന് ആൾക്കാർ നിഷ്ഠൂരമായി വെടികൊണ്ട് മരിച്ചത്. അവിടെയൊക്കെ ശരിക്കും ഒരു സമരത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 5-6 പേരൊക്കെ തിക്കിലും തിരക്കിലും പെട്ട് അല്ലെങ്കിൽ ചവിട്ട് കൊണ്ടോ അടി കൊണ്ടോ ഒക്കെ ഒരു 10 പേരൊക്കെ മരിക്കേണ്ട ഒരു സമരത്തില് CPMന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ പാവപ്പെട്ട നിരക്ഷരരും മണ്ടന്മാരുമായിട്ടുള്ള പാവപ്പെട്ടവരോട് പറഞ്ഞത്, നിങ്ങൾ വാരിക്കുരിയും കുന്തവും കല്ലും ഒക്കെ എടുത്ത് നേരിടുക, പോലീസിനെതിരെ നേരിടുക. അന്ന് നിഷ്ഠൂരമായി എത്രയോ ജനങ്ങളാണ് വധിക്കപ്പെട്ടത്, കൊല്ലപ്പെട്ടത്. ഇതൊക്കെയാണ് CPMന്റെ ഓരോരോ മണ്ടത്തരങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞേ പറ്റൂ. ഇതിനെതിരെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ രീതിയിൽ നമുക്കെതിരെ പ്രതികരിച്ചെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞേ പറ്റൂ.